ബ്ലഡി ബെഗർ ഒരു പിച്ചക്കാരന്റെ കഥ. ഞാൻ ബേസിക്കലി കവിന്റെ ഭയങ്കര ഫാനാണ്, ആളുടെ സിനിമയുടെയും ഭയങ്കര ഒരു ഫാനാണ്. ഇപ്പൊ കവിന്റെ ഡാഡ് ആയാലും സ്റ്റാർ ആയാലും ലിഫ്റ്റ് ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷെ ആ ഒരു കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ട് ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. കവിൻ മോശമായി പെർഫോം ചെയ്തു എന്നല്ല, ഒരു മുങ്ങണ കപ്പലിനെ എത്രത്തോളം അങ്ങേരി ആങ്കർ ചെയ്ത് കൊടുത്തു. കിടിലം പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ ബാക്കിയുള്ള ഒന്നും കാര്യമില്ല, കോമാളിത്തരം എന്ന് വേണമെങ്കിൽ പറയാം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് 100 കോമാളികളുണ്ട്. അതിൽ ആദ്യം എടുത്ത് പറയേണ്ടത് കിങ്സ്ലി. എന്റെ പൊന്നണ്ണ കങ്കുവ കണ്ടപ്പോ തന്നെ ആളെ കൊന്നാണ്. നിങ്ങൾ വീണ്ടും ദയവ് ചെയ്ത് വന്ന അടിയന്തരം നടത്തല്ലേ എന്ന് പറയാനുള്ളൂ. കുറെ കോമാളിത്തരമാണ് ഈ സിനിമയിൽ കാണിച്ചു കൊടുക്കുന്നത്. ആകെ ഇതിലൊരു പോസിറ്റീവ് ആയി തോന്നിയത് ഈ കവിനും നമ്മുടെ മെറിനും തമ്മിൽ ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റിന്റെ ഒരു പോർഷൻ ഉണ്ട്, ഫ്ലാഷ് ബാക്സ്. അടിപൊളിയാണ്. ദാറ്റ് ഹാസ് മൈ ഹോൾ ഹാർട്ട് എന്ന് വേണമെങ്കിൽ അത്രയും രസമായിരുന്നു. ഈ കൊച്ചു ബിർള വൈറ്റ് വാൾ കെയർ പുട്ടിയൊന്നും ഇടാതെയാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. അപ്പൊ ആ ഒരു റൊമാൻസ് പോർഷൻ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്ന വെച്ചാൽ ഒന്നും കൂടി രസം ഉണ്ടാവും സിനിമ. ഈ കോമാളിത്തരത്തിന്റെ ഒന്നും ആവശ്യമുണ്ടായി തോന്നില്ല. ഭയങ്കര പേഷ്യൻസ് ടെസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയായിട്ടാണ് തോന്നിയത്. ചിലർക്ക് ഈ സിനിമ ചിലപ്പോൾ കണക്ട് ആവും. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. പടം ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. കവിന്റെ അടിപൊളി പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഈ ഡാർക്ക് ഹ്യൂമർസ് അങ്ങനത്തെ പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു പടമാണ്. ട്രൈ ഇറ്റ് ഔട്ട്. സ്ത്രീകളെ മാത്രം സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന നമ്മുടെ നിലപാട് മഹാറാണിയെ പാർവതി, ഉർവശി ചേച്ചി, അതുപോലെ തന്നെ രമ്യ നമ്പീശൊക്കെ അഭിനയിച്ചൊരു പടം OTT റിലീസിന്റെ ഹർ എന്നാണ് പടത്തിന്റെ പേര്. സോ ബേസിക്കലി വണ്ടർ വുമൺ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതേപോലത്തെ ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ 4-5 സ്ത്രീകളുടെ കഥ പറയേണ്ടത്. ആദ്യം നമ്മുടെ ഐശ്വര്യ രാജേഷിന്റെ കഥയെ പറയുന്നത്. അത് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ഒരു പുളിയുറുമ്പിന്റെ കാര്യമൊക്കെ പറയുന്നത് നല്ല രസമാണ്. പക്ഷെ ആ കൊച്ചു മലയാളി ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഡബ് ചെയ്ത മഹത് വ്യക്തി വളരെ വൃത്തിയായിട്ട് തന്നെ ഡബ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് തോന്നിയത്. ഈ നെറ്റിയിൽ തോക്ക് വെച്ചിട്ട് ഡയലോഗ് പറയിപ്പിക്കില്ല, അതേപോലെ ആയിരുന്നു ഡബിങ് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ പോയത് നമ്മുടെ രമ്യ നമ്പീശന്റെ കഥയിലോട്ടാണ്. അതാണ് വെച്ചാൽ ട്രെയിനിന് തലവെക്കുന്ന പോലെയായിരുന്നു. ട്രെയിൻ ആണെങ്കിൽ വന്ന് തലയിൽ കൂടെ കയറണമില്ല, ആള് ചാവണമില്ല, വെറുപ്പിച്ച് മനുഷ്യനെ കൊന്നിട്ട് പറയാം. എനിക്ക് ഏറ്റവും ബോറിംഗ് ആയിട്ടൊരു എപ്പിസോഡായിട്ടാണ് രമ്യ നമ്പീശന്റെ തോന്നിയത്. പിന്നെ നമ്മളെ നേരെ പോയത് ഉർവശി ചേച്ചിയുടെ എപ്പിസോഡ്. അത് അടിപൊളിയായിരുന്നു കേട്ടോ. ഈ പ്രതാപ് പോത്തനും ഉർവശി ചേച്ചി തമ്മിലുള്ള കോൺവെർസേഷൻ കേട്ടിരിക്കാൻ നല്ല രസമായിരുന്നു. ഇതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡ് അവരുടെയാണ്. പിന്നെ നമ്മുടെ ലോകേഷ് കനകരാജ് സിനിമാറ്റിക് യൂണിവേഴ്സിനെ പോലെ 1-2 ക്യാമിയോസ് ഉണ്ട്. ഫസ്റ്റ് എപ്പിസോഡിൽ വരുന്ന ഓട്ടോ ഡ്രൈവർ, ലാസ്റ്റ് എപ്പിസോഡിൽ വരുന്നുണ്ട്. ചവർ വാരാൻ വരുന്ന ചേച്ചി 1-2 എപ്പിസോഡ്സിലൊക്കെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ലിജോ മോളുടെ ഒരു എപ്പിസോഡിൽ വേണമെങ്കിൽ പോയി. അതാണ് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഫ്ലൈറ്റിൽ നിന്ന് താഴത്തേക്ക് ചാടിയ പോലെ പെട്ടെന്ന് ചത്ത് കിട്ടി. അതുകൊണ്ട് വേഗം കഴിഞ്ഞു. സോ ഈ മറ്റെന്താണ്, ഇവര് തമ്മിൽ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുമ്പോൾ 4 മിനിറ്റ് മാത്രമേ ബോയ് ഫ്രണ്ട് നിന്നുള്ളൂ എന്നാ, അത്രയും നിലനിന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ലിജോ മോളുടെ എപ്പിസോഡ്. പിന്നെ ലാസ്റ്റ് നമ്മുടെ പാർവതിയുടെ ഈ അടുത്ത കാലത്ത് കണ്ടില്ല ഏറ്റവും വീക്കസ്റ്റ് ആയിട്ട് പെർഫോമൻസ് ആയിരുന്നു തോന്നിയത്. ഞാൻ പറഞ്ഞില്ലേ, ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് പോലെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ക്യാമിയോസ് ഒക്കെ വരുന്നുണ്ട്. സോ 90 മിനിറ്റിന്റെ എപ്പിസോഡ് ഒരു സിനിമയാണ്. സോ താങ്ക് യു ഫോർ സ്പോയിലിംഗ് മൈ 90 മിനിറ്റ്സ് ഞാൻ പറയില്ല, കാരണം ഉർവശിയുടെ ആ ഒരു പോർഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. റാദർ ദാൻ ദാറ്റ് ദിസ് ഇസ് ജസ്റ്റ് എ വേസ്റ്റ് ഓഫ് ടൈം എന്ന് എനിക്ക് തോന്നിയത്. മനോരമ മാക്സിൽ അവൈലബിൾ ആണ്, സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം. ചിലർക്കൊക്കെ ഇത് കണക്ട് ചെയ്യാൻ പറ്റും, അവർക്കൊക്കെ ചിലപ്പോൾ നല്ല പടമായിട്ട് വന്നത്. എനിക്കൊന്നും കണക്ട് ചെയ്യാനൊന്നും തോന്നാത്തതുകൊണ്ട് ഈ ലെസ്ബിയൻ സ്റ്റോറീസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. സോ കണ്ടു നോക്കാം. വിജയ് സേതുപതി, ഗൗതം മേനോൻ, അമല പോളൊക്കെ അഭിനയിച്ച ഒരു പടം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരു ഭയങ്കര ഫീൽ ഗുഡ് പടമാണ്. സോ ഇത് 4 ഡിഫറെന്റ് ലവ് സ്റ്റോറിയെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് 4 ഡയറക്ട് ചെയ്ത് 4 ഡയറക്ടർമാരാണ്. ആദ്യം നമ്മുടെ ഗൗതം മേനോന്റെ സ്റ്റോറി. സോ വൺ സൈഡ് ലവേഴ്സിനൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ്. നല്ല രസത്തിൽ ഫീലിൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നുണ്ടാവും. ഇതിൽ അമല പോളും അതേപോലെ തന്നെ ഈ ഗൗതം മേനോന്റെ ചെറുപ്പകാലം അഭിനയിച്ചൊരു പയ്യനും തമ്മിൽ കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയാണ്. എനിക്ക് ബേസിക്കലി നല്ല ഇഷ്ടമായി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വെങ്കിട്ട് പ്രഭുവിന്റെ ഒരു ലവ് സ്റ്റോറി ഉണ്ട്. എന്റെ പൊന്നണ്ണ, നിങ്ങൾ തന്നെയാണ് ഈ ഗോട്ട വരാതെ എടുത്തു വെച്ചതെന്ന് എനിക്ക് തോന്നി. എത്ര ഡിഫറെന്റ് ആയിട്ടാണ് അങ്ങനെ ഒരു ലവ് സ്റ്റോറി കൊണ്ടുവന്നത്. ഗെയിമിന്റെ ഉള്ളിൽ അങ്ങനെ ലവ് സ്റ്റോറി കൊണ്ട് അടിപൊളിയായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മുടെ വിജയ് സേതുപതിയുടെ ഒരു ലവ് സ്റ്റോറി വരുന്നുണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് കണ്ടിരിക്കും. 1-2 ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം. പടം ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. 2021 എന്തോ ഇറങ്ങിയ ഒരു പടമാണ്, പക്ഷെ ഇപ്പോഴാണ് OTT റിലീസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഫീൽ ഗുഡ് പടമാണ്. ട്രൈ ഇറ്റ് ഔട്ട്. IMDb 9.4 റേറ്റിംഗ് കൊടുത്തൊരു മലയാളം ത്രില്ലർ. സോ ഇതിന്റെ ത്രില്ലറിന്റെ കാര്യം പറയുന്നതിന് മുമ്പ് എല്ലാ ത്രില്ലർ പടങ്ങളിലും ഈ മോട്ടീവ് കൊലപാതകത്തിന് അവിഹിതം മാത്രമേ ഉള്ളൂ, അല്ല അറിയാണ്ട് ചോദിക്കുന്നത്. സോ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അപ്പാർട്ട്മെന്റിൽ ഒരുത്തനുണ്ടാവും, അവനാണ് വെച്ചാൽ അവിടെയുള്ള സകല കെട്ടിയ പെമ്പിള്ളാരായിട്ട് അവിഹിതം. എന്റെ പൊന്ന് ചേച്ചിമാരെ, നിങ്ങൾക്ക് വേറെ ആരും കിട്ടില്ല, അറിയാൻ ചോദിക്കും. പിന്നെ ആരാ വല്ല മന്മത്ത് കുഞ്ചോ ഒരു അപ്പാർട്ട്മെന്റ് ഫുൾ ഒരുത്തന്റെ പിന്നാലെ പോകാൻ, അത് പോട്ടെ വെച്ചാൽ എവിടെയോ കിടക്കുന്ന ഒരു IPS ഓഫീസറിന്റെ ഭാര്യയ്ക്ക് ഇവനായിട്ട് അവിഹിതം. ഇതെന്തോ നടയത്, വേറെ വല്ലത് അവിഹിത സിനിമ എന്നായിരുന്നു ഇതിന് പേരിടുന്നത്. സിനിമയുടെ പേര് കുരുക്ക് എന്നാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് സുബിൻ ടാൾസൺ, ഐ എം സൂപ്പർ ഹീറോ ഒക്കെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ പറയാം. സോ ആദ്യം 2 കൊലപാതകം നടക്കുന്നു. ഭാര്യയുടെയും ഭർത്താവിന്റെയും കൊലപാതകങ്ങൾ 2 സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നു. ഇത് അന്വേഷിക്കാൻ വരുന്ന ഒരു പോലീസ് ഓഫീസറാണ്. സോ പോലീസ് ഓഫീസറാണ് നമ്മുടെ ഇൻസ്പെക്ടർ ബൽറാമിനെക്കാളും വലിയ ആറ്റിറ്റ്യൂഡാണ്. പല സമയത്ത് ഒരു കോമാളിയെ പോലെയാണ് തോന്നിയിട്ടായിരുന്നത്. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം. ആമസോൺ പ്രൈമിൽ വന്നിട്ട് പടം.
സോ നിങ്ങൾ ഈ യൂട്യൂബ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഫാൻസ് അസോസിയേഷൻ ചെയർമാൻ ഒക്കെ ആണെങ്കിൽ കണ്ടു നോക്കുക. എനിക്ക് വലിയ ഗുണമൊന്നും തോന്നിയില്ല. ട്രൈ ഇറ്റ് ഔട്ട് ഇഫ് യു ഹാവ് ടൈം. എന്തായാലും വലിയ പ്രതീക്ഷയിലൊന്നും പോകണ്ട. ഗോ വിത്ത് ലെസ് എക്സ്പെക്ടേഷൻ. ഹലോ മമ്മി. സോ ഈ സിനിമ കാണാൻ പോണതിന് മുമ്പ് തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ ഒരു ബെഡ് ബുക്ക് ചെയ്തിട്ടോ, കാരണം ചിരിച്ചാ പെടലി ഒളുക്കും കൺഫേം ആണ്. ഈ സിനിമ കാണാൻ പോകാനുള്ള മെയിൻ കാരണം എന്റെ വീട്ടിലെല്ലാവരും ഷറഫുദ്ദീൻ ഫാൻസ് ആണ്. സോ എനിക്ക് പോയേ പറ്റുള്ളൂ. അത് മാത്രമല്ല ഇതിന്റെ ട്രെയിലർ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ട്രെയിലർ ആയിരുന്നു. ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് കണ്ടിരിക്കാനുള്ള ഒരു ശ്രമമാണ്, കാരണം വലിയ കോമഡീസ് ഒന്നും അപ്പൊ തോന്നിയില്ല. പിന്നെ ഈ ഷറഫുദ്ദീന്റെ ഐശ്വര്യ ലക്ഷ്മിയുടെ കല്യാണം കഴിയും, അവിടെ നിന്ന് അങ്ങോട്ട് ചിരിയുടെ മലപ്പടക്കം വേണമെങ്കിൽ പറയാം. ചിരിച്ചിരിച്ചൊക്കെ എന്റെ പെടലി ഉളുക്കി. സോ ഷറഫുദ്ദീനാണ് ഫസ്റ്റ് ഹാഫത്തെ ഷോ സ്റ്റീലർ എന്ന് പറയുന്നത്. അത്രയും കിടിലനായിട്ടാണ് ആളി മറ്റേ കൗണ്ടേഴ്സും അതേപോലെ കോമഡി സീൻസ് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഷറഫുദ്ദീൻ അല്ലാതെ വേറെ ആൾക്കാർ റോൾ ചെയ്യാൻ പറ്റുന്നു. അത്രയും കിടിലനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ സെക്കൻഡ് ഹാഫിൽ ഐശ്വര്യ ലക്ഷ്മിയുടെ കുറച്ച് ഇമോഷണൽ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് നന്നായി കണക്ട് ചെയ്യാൻ പറ്റി. നമുക്ക് ഇങ്ങനെ തോന്നിപ്പോവും, അതായത് ഒരാൾ മരിച്ച ശേഷം ഇങ്ങനെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. അത് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. സോ നമ്മൾ ഐശ്വര്യ ലക്ഷ്മിയെ കിങ് ഓഫ് കൊത്തയ്ക്ക് വേണ്ടിയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അതേ സമയത്താണ് ആളുടെ PS2, PS1, PS2, കുമാരി, ഗാട്ട, ഗുസ്തി, അമ്മു ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കൊടുക്കേണ്ട അപ്രീസിയേഷൻ ആരും കൊടുത്തിട്ടുമില്ല. സോ ബേസിക്കലി ഐ റിയലി മിസ്ഡ് എ മൂവി. സോ താങ്ക് യു ഫോർ കമ്മിങ് ബാക്ക് എന്ന് എനിക്ക് പറയാനുള്ളൂ. സോ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഒരു ഹൊറർ കോം ആ ഒരു ജോണറിൽ പോണ സിനിമയാണ്. സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ഒരു ഹൊറർ ത്രില്ലർ ജോണറിലോട്ട് മാറുകയാണ്. അതിൽ സെക്കൻഡ് ഹാഫിൽ ബിന്ദു പണിക്കരുടെ ഒരു നറേഷൻ ഉണ്ട്. അതേപോലെ ഒരു നറേഷൻ ഞാൻ ആഡം ജോണിൽ നമ്മുടെ KPSC ലളിത ചേച്ചി പറയുമ്പോഴേ കേട്ടിട്ടുള്ളത്. കറുത്തച്ഛനെ ഊട്ടുന്നവരാണെന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീൽ എനിക്ക് അവിടെ കിട്ടി. സോ ഇതിന് ഡയറക്ടർ സെക്കൻഡ് പാർട്ട് എടുക്കേണ്ടി വെച്ചാൽ പ്ലീസ് ഡു എ ഹൊറർ മൂവി എന്ന് ഞാൻ പറയാനുള്ളൂ. കാരണം ഈ ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിൽ ആൾ കിടിലനായിട്ടാണ് ആ ഒരു പോർഷൻ ഒക്കെ എടുത്തു വെച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ കണ്ടു നോക്കുക. അത്യാവശ്യം ചിരിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ബട്ട് ഗോ വിത്ത് ലെസ് എക്സ്പെക്ടേഷൻ എന്ന് ഞാൻ പറഞ്ഞു. കാരണം പലരും പലതും എഴുതി വിടുന്ന കേട്ടിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടാവാതിരിക്കും. സോ ഗോ വിത്ത് ലെസ് എക്സ്പെക്ടേഷൻ.